ഓക്കെ, അപ്പൊ നമ്മുടെ എല്ലാരും ഇപ്പോ പ്രസന്റ് മാർക്ക് ചെയ്തു. നിങ്ങൾക്ക് അറ്റൻഡൻസ് വേണ്ടേ? നമ്മൾ രാവിലത്തെ ക്ലാസ്സിൽ 5 വരെ പഠിച്ചു. എഴുതാൻ പഠിച്ചു, പറയാൻ പഠിച്ചു അല്ലേ? നിങ്ങള് 1 2 3 4 5 എന്നീ നമ്പർ എങ്ങനെ നമ്പേഴ്സ് മാത്രം എഴുതാൻ പഠിച്ചാൽ മതി. അതിന്റെ സ്പെല്ലിങ് എഴുതാനൊന്നും പഠിക്കണ്ട കേട്ടോ. മിസ് വെറുതെ പറഞ്ഞു തരുന്നേ ഉള്ളൂ. ആൽഫബറ്റ്സ് എല്ലാവർക്കും 1 2 A to Z അറിയാലോ? അറിയാലോ? ABCD വരെ പറയാൻ അറിയാലോ? അറിയില്ലേ? അതുകൊണ്ട് വെറുതെ മിസ് അതിന്റെ സ്പെല്ലിങ് പറഞ്ഞു തരുന്നേ ഉള്ളൂ. സ്പെല്ലിംഗ് ഒന്നും എഴുതി പഠിക്കൊന്നും വേണ്ട കേട്ടോ. നമ്പേഴ്സ് മാത്രം എഴുതാൻ പഠിച്ചാൽ മതി. നമ്മൾ മാത്സിൽ നമ്പേഴ്സ് അല്ലേ ഉപയോഗിക്കുന്നത് അല്ലേ? ഇംഗ്ലീഷിലല്ലേ നമ്മൾ ലെറ്റേഴ്സ് കൂടുതലും പഠിക്കുന്ന, ആൽഫബറ്റ്സ് ഒക്കെ. മാത്സിൽ നമുക്ക് എന്താ പഠിക്കണ്ടേ? നമ്പേഴ്സ് അല്ലേ? ഇംഗ്ലീഷിലെ ആൽഫബറ്റ്സ്, ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉള്ളത് പോലെയാണ് നമുക്ക് മാത്തമാറ്റിക്സിൽ എന്ത്? നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്പേഴ്സിനെ പറ്റി കൂടുതൽ പഠിക്കണം. ഇപ്പൊ നമ്മൾ 10 വരെ പഠിക്കുന്നു, പിന്നെ 20 വരെ പഠിക്കും, അത് കഴിഞ്ഞ് 100 വരെ പഠിക്കും. പിന്നെ വലിയ വലിയ നമ്പേഴ്സ് ഒക്കെ പഠിക്കും. വലിയ വലിയ ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ ഒരുപാട് പഠിക്കാനുണ്ടാവും മാത്സ് ഒക്കെ. അതൊക്കെ പഠിക്കണമെങ്കിൽ മാത്സിലെ കുറേ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും. അതൊക്കെ ചെയ്യണമെങ്കിൽ എന്താ വേണ്ടേ? ആദ്യം നമ്മള് നമ്പേഴ്സ് പഠിക്കണം അല്ലേ? നമ്മൾ ഇംഗ്ലീഷിൽ വേർഡ്സും നിങ്ങളുടെ പേരൊക്കെ എഴുതാൻ പഠിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ലെറ്റേഴ്സ് അല്ലേ പഠിക്കുന്നേ? ABCDEFGH എന്നുള്ള ലെറ്റേഴ്സ് അല്ലേ പഠിക്കുന്നേ? അതുപോലെ നമുക്ക് വലിയ ക്ലാസ്സിൽ മാത്സ് ഒക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് പഠിക്കുന്നു? നമ്പേഴ്സ് പഠിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ 5 വരെ പഠിച്ചു അല്ലേ? അടുത്തത് നിങ്ങൾക്ക് ഒരു കളറിംഗ് വർക്ക് ഉണ്ട് ഇവിടെ. പേജ് നമ്പർ 89 കണ്ടോ? പേജ് നമ്പർ 89 കണ്ടോ? ഓക്കെ, അപ്പൊ അവിടെ you can see a butterfly. എന്താ ബട്ടർഫ്ലൈ? പേജ് നമ്പർ 89. എന്താ ബട്ടർഫ്ലൈ? പൂമ്പാറ്റ. ഇഷ്ടാണോ പൂമ്പാറ്റനെ? പൂമ്പാറ്റന് ഇഷ്ടാണോ? നല്ല കളർഫുൾ ആയിരിക്കും അല്ലേ പൂമ്പാറ്റകള്? അല്ലേ? ഇപ്പോഴും പോകുന്നുണ്ടാവുമായിരിക്കും. എന്നാലും കുറച്ചുകൂടി ചെറിയ പ്രായത്തിലൊക്കെ ഒരു 2 വയസ്സൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ മിക്കവാറും ഈ പൂമ്പാറ്റനെ ഇങ്ങനെ പാറിപ്പോകുമ്പോ പൂമ്പാറ്റനെ പിടിക്കാൻ പോയിട്ടുണ്ടോ? ഉണ്ടോ? പൂമ്പാറ്റനെ പിടിക്കാൻ പോവാറുണ്ടോ? മിസ്സിന്റെ മോനുണ്ട്. മിസ്സിന്റെ മോൻ ചെറിയ മോനാണ്, നിങ്ങളെക്കാളും കുറച്ചും കൂടി ചെറുതാണേ. അവന് പൂമ്പാറ്റനെ പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പൂമ്പാറ്റനെ കാണുമ്പോൾ അതിന്റെ പുറകെ പോവും. പക്ഷെ പിടിച്ചു കൊടുത്താല് ഭയങ്കര പേടിയാ. നിങ്ങൾ അതുപോലെയാ? പൂമ്പാറ്റനെ കാണാൻ ഇഷ്ടം, അവന് കളിക്കാൻ ഇഷ്ടം, പൂമ്പാറ്റ പാറുമ്പോ പുറകെ ഓടി നടക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ പൂമ്പാറ്റനെ നമ്മളിങ്ങനെ പിടിക്കൂലേ, ചിറക് പിടിച്ച് പൂമ്പാറ്റനെ പിടിക്കൂലേ, അങ്ങനെ പിടിച്ച് അവന്റെ കയ്യിൽ കൊടുത്താൽ ഭയങ്കര പേടി, അവന് പിടിക്കൂല. നിങ്ങൾ അതുപോലെയാണോ? ആണോ? അല്ല, പൂമ്പാറ്റനെ പിടിക്കാൻ പാടില്ല കേട്ടോ, ഉപദ്രവിക്കരുത്. പൂമ്പാറ്റകൾ പാറി നടക്കുന്ന കാണാനല്ലേ നല്ല ഭംഗി ഉണ്ടാവുക. പൂക്കളിലൊക്കെ പോയിരുന്ന് പാറി നടക്കുന്ന കാണാനല്ലേ രസം ഉണ്ടാവുക. പൂമ്പാറ്റനൊന്നും പിടിക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പൂമ്പാറ്റ തന്നിട്ടുണ്ട്. പൂമ്പാറ്റന് എന്താ പറയാ? ബട്ടർഫ്ലൈ. ഇവിടെ ഒരു ബട്ടർഫ്ലൈന്റെ പിക്ചർ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ബട്ടർഫ്ലൈന്റെ ഓരോ സ്ഥലത്ത് ഓരോ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട് അല്ലേ? ഇല്ലേ? കണ്ടില്ലേ? അപ്പോ 1 എഴുതിയിരിക്കുന്നിടത്ത് അവിടെ കുറച്ച് ഡോട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കുത്തായിട്ട് കുറച്ച് സ്ഥലം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ആദ്യം പെൻസിൽ വെച്ച് ജോയിൻ ചെയ്യാം. ഓക്കെ, ആ ഡോട്ട് കൊടുത്തതൊക്കെ പെൻസിൽ ഉപയോഗിച്ച് ജോയിൻ ചെയ്ത പൂമ്പാറ്റയുടെ തലയും ചിറകിന്റെ ഭാഗങ്ങളൊക്കെ കുറച്ച് ഡോട്ട് ഉണ്ട്, അതൊക്കെ പെൻസിൽ വെച്ച് ജോയിൻ ചെയ്തതിന് ശേഷം 1 എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ഗ്രീൻ കളർ കൊടുക്കുക. ഓക്കെ, 1 എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ഗ്രീൻ കളർ കൊടുക്കുക. 2 എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ഓറഞ്ച് കളർ കൊടുക്കുക.
2 എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ഓറഞ്ച് കളർ. ഇനി 3 എന്ന് എഴുതിയിരിക്കുന്നിടത്ത് പിങ്ക് കളർ കൊടുക്കുക. 3 എഴുതിയിരിക്കുന്നിടത്ത് പിങ്ക് കളർ കൊടുക്കുക. 4 എഴുതിയിരിക്കുന്നിടത്ത് യെല്ലോ കളർ കൊടുക്കുക. 4 എഴുതിയിരിക്കുന്നിടത്ത് യെല്ലോ കളർ. 5 എഴുതിയിരിക്കുന്നിടത്ത് ബ്ലൂ കളർ കൊടുക്കുക. 5 എഴുതിയിരിക്കുന്നിടത്ത് ബ്ലൂ കളർ കൊടുക്കുക. അങ്ങനെ എല്ലാ കോളവും ഫില്ലായി കഴിയുമ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ നല്ല കളർഫുൾ ബട്ടർഫ്ലൈ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ കളറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇതെന്താ ചെയ്യണ്ടേ? നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പില്ലേ, വാട്സപ്പിന്റെ KGB എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പില്ലേ നിങ്ങളുടെ, ആ ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് നോക്കാലോ ഓരോരാളുടെയും ബട്ടർഫ്ലൈ എങ്ങനെയാ ഇരിക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, അപ്പൊ എല്ലാരും ബട്ടർഫ്ലൈക്ക് കളർ കൊടുത്തതിന് ശേഷം അത് നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. കേട്ടല്ലോ? അപ്പൊ ഇന്ന് തന്നെ എല്ലാരും മിസ്സിന്റെ ഗ്രൂപ്പിൽ അയച്ചു തരണേ. നമുക്ക് എല്ലാവരുടെയും ബട്ടർഫ്ലൈ നല്ല ക്ലാസ് ഗ്രൂപ്പ് നമുക്ക് നല്ല കളർഫുൾ ആക്കാം ബട്ടർഫ്ലൈനെ വെച്ചിട്ട് കേട്ടോ. ഇഷിത മോളെ നേരെ ഇരിക്കേ. കുരുത്തക്കേട് കളിക്കുന്നുണ്ടല്ലേ ക്ലാസ്സിനിടയില്? മിസ് കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതിന് തൊട്ട് താഴെ ഒരു വർക്ക് കൂടി കണ്ടോ, കുറെ സ്ക്വയേഴ്സ് കൊടുത്തിട്ട്. സ്ക്വയർ അറിയാലോ നിങ്ങൾക്ക്? സ്ക്വയർ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ഷേപ്പ്, ചതുരം കണ്ടോ? ആദ്യത്തെ കോളത്തില് റൈറ്റ് 1 എന്ന് എഴുതാം. 1 എന്ന് എഴുതാം. ഇവിടെ എഴുതിക്കോ ഇപ്പൊ തന്നെ പെൻസിൽ ഉപയോഗിച്ച്. ഫസ്റ്റ് കോളത്തില് 1 മിസ് എഴുതി കാണിച്ചു തരാം. ഇവിടെ 1 എന്ന് എഴുതി. ഓക്കെ, രണ്ടാമത്തെ കോളത്തില് റൈറ്റ് 2 ടൈംസ്. 2 കോളം കാണുന്നുണ്ടല്ലേ ഇവിടെ? ആ 2 കോളത്തില് 2 എന്ന് എഴുതാം. 2 കോളത്തിലും 2 എന്ന് എഴുതാം. എങ്ങനെ? 2 2. 1 എന്ന് നമ്മൾ 1 ടൈം എഴുതി. 2 എന്ന് 2 ടൈംസ് എഴുതാം. 2 2. ദെൻ അടുത്ത നമുക്ക് എത്ര കോളം ഉണ്ട്? 3 കോളംസ് ഉണ്ട് അല്ലേ? റൈറ്റ് 3 ടൈംസ്. 3 3 3. എത്ര തവണ എഴുതണം? 3 ടൈംസ്. റൈറ്റ് 3 ടൈംസ്. 3 3 3. നിങ്ങളുടെ കൂടെ മിസ് എഴുതുന്നുണ്ടേ, കാണിച്ചു തരുന്നുണ്ട്. എന്നിട്ട് 3 ടൈംസ് എഴുതാം. നെക്സ്റ്റ് നമുക്ക് എത്ര കോളം ഉണ്ട് എഴുതി നോക്കിയേ. 1 2 3 4. 4 കോളംസ് ഉണ്ട് അവിടെ. റൈറ്റ് 4 ടൈംസ്. 4 എന്ന് ഈ 4 കോളത്തിലും എഴുതാം. എഴുതുന്നുണ്ടോ? എഴുതുന്നുണ്ടോ? 4 4 4 4. അടുത്തത് എത്ര കോളം ഉണ്ട്? എത്ര കോളം ഉണ്ട്? 1 2 3 4 5. 1 2 3 4 5. 5 കോളംസ് ഉണ്ട് അല്ലേ? ഇല്ലേ? അവിടെ 5 എന്ന് 5 ടൈംസ് എഴുതിയേ. 5 5 5 5 5. കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ചെയ്തോ?
ചെയ്തോ? ഓക്കെ. അപ്പൊ 1 2 3 4 5 എല്ലാവർക്കും കിട്ടിയല്ലോ? കിട്ടിയല്ലോ? ഇനി നമുക്കൊരു ഗെയിം കളിച്ചാലോ? ഗെയിം കളിച്ചാലോ? ആർ യു റെഡി? ബുക്കും പെന്നൊക്കെ അവിടെ വെച്ചോ. ബുക്കും പെൻസിലും സ്ലേറ്റും ഒക്കെ അവിടെ വെച്ചോ. ഫ്രീ ആയിട്ട് ഇരുന്നോ എല്ലാരും. Do you like clapping? ഇഷ്ടാണോ ക്ലാപ്പ് ചെയ്യാൻ? ഇഷ്ടാണോ? അപ്പൊ മിസ് ഇപ്പൊ എല്ലാരെയും അൺമ്യൂട്ട് ചെയ്യും. ആരും സൗണ്ട് ഉണ്ടാക്കരുത്, വേറെ ഒരു സൗണ്ടും ഉണ്ടാക്കരുത്. മിസ് 1 എന്ന് പറയുമ്പോ ഒരു തവണ ക്ലാപ്പ് ചെയ്യാം. ഓക്കെ? 2 എന്ന് പറയുമ്പോ 2 തവണ ക്ലാപ്പ് ചെയ്യാം. 3 എന്ന് പറയുമ്പോ 3 തവണ ക്ലാപ്പ് ചെയ്യാം. 4 എന്ന് പറയുമ്പോ എത്ര തവണ ക്ലാപ്പ് ചെയ്യണം? 1 2 3 4 4 തവണ ക്ലാപ്പ് ചെയ്യും. 4 ടൈംസ്. 5 എന്ന് പറഞ്ഞാൽ 1 2 3 4 5 5 ടൈംസ് ക്ലാപ്പ് ചെയ്യണം. ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ? മിസ് ക്രമത്തിലായിരിക്കില്ല പറയാ. ചിലപ്പോ 1 കഴിഞ്ഞിട്ട് 4 പറയും, 4 കഴിഞ്ഞിട്ട് 2 പറയും. ഓക്കെ? മിസ് ഏതാണോ പറയുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ക്ലാപ്പ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും മിസ് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തരാം. എല്ലാവരും അൺമ്യൂട്ട് ചെയ്തിരിക്കുക. എന്നിട്ട് വേറെ ഒരു സംസാരവും വേണ്ട, ക്ലാപ്പ് ചെയ്യുന്ന സൗണ്ട് മാത്രം മിസ്സിന് കേട്ടാ മതി കേട്ടോ. റെഡി അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ചെയ്തില്ലേ? ഇനി നിങ്ങൾ ആരും സംസാരിക്കരുത്. ക്ലാപ്പ് 2. എവിടെ ആവശ്യം മതിയാ? 1 2 clap 3 1 2 3 clap ചെയ്ത സൗണ്ട് മാത്രം കേൾക്കുന്നില്ല മിസ്സിന്. clap 2 1 2 നിങ്ങൾ ഫോണിന്റെ അടുത്തേക്ക് കൈ പിടിച്ച് ക്ലാപ്പ് ചെയ്തേ. സൗണ്ട് പോരാ, സൗണ്ട് പോരാ, ക്ലാപ്പിന്റെ സൗണ്ട് പോരാ. clap 4 നിങ്ങളെല്ലാരും സംസാരിച്ചോണ്ടിരിക്ക. ഇപ്പൊ മിസ് പറയുന്ന എല്ലാവർക്കും കേൾക്കാലോ? കേൾക്കാലോ? നിങ്ങൾ ക്ലാപ്പ് ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നില്ല മിസ്സിന്. മിസ് ക്ലാപ്പ് ചെയ്യുമ്പോ എല്ലാവർക്കും കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? ഉണ്ടോ? ഇപ്പൊ നിങ്ങൾ ക്ലാപ്പ് ചെയ്യുമ്പോ എന്ത് ചെയ്യണം? ഫോണിന്റെ അടുത്തേക്ക് കൈ പിടിച്ചിട്ട് ക്ലാപ്പ് ചെയ്യാം. വേറെ ഒന്നും സംസാരിക്കണ്ട. മിസ് പറഞ്ഞ ശ്രദ്ധിച്ച് കേൾക്ക. ക്ലാപ്പ് 2 എന്ന് പറഞ്ഞാൽ 2 തവണ ക്ലാപ്പ് ചെയ്യാം. ഓക്കെ? ക്ലാപ്പ് 4 എന്ന് പറഞ്ഞാൽ 1 2 3 4 4 ടൈംസ് ക്ലാപ്പ് ചെയ്യാം. 5 എന്ന് പറഞ്ഞാലോ 1 2 3 4 5 5 ടൈംസ് ക്ലാപ്പ് ചെയ്ത പാടെ നിർത്തണം. റെഡിയാണോ? വേറെ സൗണ്ട് ഒന്നും ഉണ്ടാക്കരുത്, സംസാരിക്കരുത്
കേട്ടോ? മിസ് കാണിച്ചു തരാം. 2 അല്ലെങ്കിൽ 3 മിസ് കാണിച്ചു തരുന്ന പോലെ ക്ലാപ്പ് ചെയ്യാം. ഓക്കെ, എല്ലാവരും അൺമ്യൂട്ട് ചെയ്തോ. മിസ് ഇപ്പൊ ഓപ്ഷൻ തരാം. അൺമ്യൂട്ട് ചെയ്തോ. ഓക്കെ, 3. കേട്ടു കേട്ടു കേട്ടു. 2. 1. 5. 5. പറഞ്ഞോണ്ട് ക്ലാപ്പ് ചെയ്തോ. 1 ആണെങ്കിൽ 1 2 അങ്ങനെ 1 ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാം. ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? മിസ് ഇപ്പൊ പറയുന്നത് പോലെ ഒരു ചെറിയ വീഡിയോ എടുത്തിട്ട് ക്ലാസ് ഗ്രൂപ്പിൽ ഇടുവോ? ക്ലാപ്പ് ചെയ്യുന്ന വീഡിയോ മിസ് കാണിച്ചു തരാം എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, 1 1 2 1 2 3 1 2 3 4 1 2 3 4 5. ഇങ്ങനെ 5 വരെ ക്ലാപ്പ് ചെയ്തിട്ട് ഒരു വീഡിയോ എടുക്കാൻ പറ്റുമോ? പറ്റുമോ? ആദ്യം 1 1, പിന്നെ 1 2, പിന്നെ 1 2 3, അത് കഴിഞ്ഞിട്ട് 1 2 3 4, അത് കഴിഞ്ഞിട്ട് 1 2 3 4 5. ഓക്കെ, അപ്പൊ ഒന്ന് നിങ്ങൾ ഇതുപോലെ പറഞ്ഞുകൊണ്ട് ക്ലാപ്പ് ചെയ്തിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് ക്ലാസ് ഗ്രൂപ്പിൽ ഇടാം. ആരൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നത് നോക്കട്ടെ കേട്ടോ. നമുക്ക് അടുത്ത നമ്പർ പഠിച്ചാലോ? അടുത്ത നമ്പർ പഠിച്ചാലോ? 5 വരെ നല്ല ഭംഗിയായിട്ട് പഠിച്ചല്ലോ എല്ലാരും. അറിയില്ലേ? 5 വരെ എഴുതാൻ അറിയാം, 5 വരെ എണ്ണാൻ അറിയാം. ഓക്കെ, ഇപ്പൊ 5 കഴിഞ്ഞിട്ടുള്ള നമ്പർ ഏതാ? നമ്മുടെ ഈ കയ്യിൽ 5 വിരലും തീർന്നു. അടുത്തതോ? നമ്മൾ അടുത്ത കയ്യിലെ വിരലെടുത്തു. എത്ര ഇത്? 6. 5 കഴിഞ്ഞു, 6 അല്ലേ? 5 കഴിഞ്ഞാല് 6. നിങ്ങളുടെ പേജ് നമ്പർ 92 എടുത്തെല്ലാരും ടെക്സ്റ്റില്. പേജ് നമ്പർ 92 എടുത്തോ? അതില് കുറേ ബേർഡ്സ് ഉണ്ട് അല്ലേ? ഇല്ലേ? നല്ല കളർഫുൾ ആയിട്ടുള്ള കുറേ ബേർഡ്സ് ഉണ്ട്. എത്ര ബേർഡ്സ് ഉണ്ടോ എന്ന് എണ്ണി നോക്കിയേ. ദാ 1 2 3 4 5 6. എത്ര ബേർഡ്സ് ഉണ്ട്? എത്ര ബേർഡ്സ് ഉണ്ട്? 6 ബേർഡ്സ്. ഒന്നുകൂടി എണ്ണ. 1 2 3 4 5 6. 6 ബേർഡ്സ് ഉണ്ട് അല്ലേ? അല്ലേ? അപ്പൊ നമ്മൾ 6 എന്ന് എങ്ങനെയാ നമ്പർ എഴുതുന്നേ? എങ്ങനെയാ നമ്മൾ 6 എന്ന് എഴുതുക? ഇവിടെ നോക്കിക്കോ, സ്ക്രീനിലേക്ക് നോക്കിക്കോ. മിസ് കാണിച്ചു തരാം എങ്ങനെയാ 6 എന്ന് എഴുതുന്നേന്ന്. ഓക്കെ,
ആരാ അത് സ്ക്രീനിൽ വരച്ചിടുന്നേ? മിസ് കാണുന്നുണ്ട് ഇവിടെ പേരൊക്കെ. ആ 6 എങ്ങനെ എഴുതാ? ദാ ഇവിടെ നോക്കിക്കോ, മിസ് എഴുതുന്നുണ്ടേ. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഉള്ളിലേക്ക് വന്നിട്ട് എങ്ങനെ? ഒന്നുകൂടി എഴുതി കാണിച്ചു തരാം. ഇതാണ് 6. കണ്ടോ? ഒന്നുകൂടി എഴുതി കാണിച്ചു തരാം. എല്ലാരും ഒന്ന് സ്ലേറ്റ് എടുത്തിട്ട് ഒന്ന് എഴുതിയ 6 എഴുതിയ ഒന്ന് സ്ലേറ്റില്. 6ന്റെ സ്പെല്ലിംഗും കൂടി മിസ് പറഞ്ഞു തരാം. യെസ് ഐ എക്സ്. യെസ് ഐ എക്സ്. സ്പെല്ലിംഗ് നിങ്ങൾ പറയാൻ മാത്രം പഠിച്ചാൽ മതി, എഴുതി പഠിക്കൊന്നും വേണ്ട. 6 എന്ന് എഴുതാൻ മാത്രം നിങ്ങൾ ഇപ്പൊ പഠിച്ചാൽ മതി. എല്ലാവരും ഒന്ന് സ്ലേറ്റിൽ എഴുതിയിട്ട് മിസ് കാണിച്ചു തന്നെ. 6. ആഹാ, മാനവ്, ഗായത്രി, നിഷാൻ, ജാനകി എഴുതിയവരൊക്കെ കാണിച്ചു തന്നെ. ഫാത്തിമ, മർവാൻ, വെരി ഗുഡ്. റിസ്വാൻ, ജയാൻ, ആഫിയ. ഹർഷൽ എന്താ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നേ? നിഹാര, നിഹാൽ എഴുതിയില്ലേ? നവമി എഴുതിയില്ലേ? നവമി കളിച്ചോണ്ടിരിക്കല്ലേ? 6 എഴുതി കാണിച്ചേ മിസ്സിന്. റിസ്വാൻ എഴുതിയോ? വേറെ സായൻ എഴുതിയോ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ 6 എഴുതാൻ എല്ലാരും പഠിച്ചല്ലോ? പഠിച്ചല്ലോ? അപ്പോ നിങ്ങളുടെ പേജ് നമ്പർ 92-ല് 6 എഴുതാനുള്ള സ്ഥലമുണ്ട്. അവിടെ നിങ്ങൾ അത് ഫിൽ ചെയ്യാം. നിങ്ങൾ 5 വരെ എഴുതിയില്ലേ, അതുപോലെ 6 കൂടി എഴുതി പഠിക്കുക ഇവിടെ കേട്ടോ. എന്നിട്ട് അതുകൂടി മിസ്സിന് അയച്ചു തരണേ. കേട്ടല്ലോ? എന്താ റിസ്വാൻ? റിസ്വാൻ എന്താ പറയാനുള്ളത്? എങ്ങനെ എഴുതണ്ടെന്ന് അറിയില്ലേ? ഇതാ ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല എഴുതേണ്ടത്. ഇതാ ടെക്സ്റ്റില് പേജ് നമ്പർ 92. മിസ് ഒന്ന് കാണിച്ചു കൊടുത്താൽ എഴുതാൻ വേണ്ടി. ഒന്നുകൂടി കാണിച്ചു തരണോ എഴുതാൻ? ഓക്കെ, റിസ്വാനെ നോക്കിക്കോ. ഇപ്പൊ റെഡ് കളറിൽ മിസ് എഴുതി കാണിച്ചു തരാം. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കണ്ടോ? ഒന്നുകൂടി കാണിച്ചു തരാം. ഇനി ഏത് കളറാ വേണ്ടേ? ഓക്കെ, പിങ്ക് കളർ. റെഡ് എഴുതിയില്ലേ? ഇനി പിങ്ക് കളറിൽ എഴുതി കാണിച്ചു തരാം. യെല്ലോ മതിയോ? ഓക്കെ, യെല്ലോ എഴുതി. നോക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് കണ്ടോ? നോക്ക്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിൽ എഴുതാനുള്ള സ്ഥലമുണ്ട്. ടെക്സ്റ്റിൽ എഴുതാനുള്ള സ്ഥലമുണ്ട്. അതേ സ്ഥലത്ത് നിങ്ങൾ നേരത്തെ 5 വരെ എഴുതിയതുപോലെ 6ഉം കൂടി എഴുതി പഠിക്കാം. ഓക്കെ, അപ്പൊ ഹോംവർക്ക് പറഞ്ഞത് ഏതൊക്കെയാ? 6 എഴുതി പഠിക്കാനും പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈനെ കളർഫുൾ ആക്കാനും. ഇത് നിങ്ങൾ ക്ലാസ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാ. പിന്നെ ക്ലാപ്പിന്റെ വീഡിയോ. ഓക്കെ, എല്ലാരും ചെയ്യല്ലോ? ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഗായത്രി അനീഷ് സ്പെല്ലിങ്ങും പഠിച്ചിട്ടുണ്ട്. വെരി ഗുഡ്, നല്ല കുട്ടിയാട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? റിസ്വാൻ എഴുതിയത് കറക്റ്റ് ആണേ. അടുത്ത ക്ലാസ്സിൽ കാണാം. നമുക്ക് അടുത്ത ആഴ്ചയല്ലേ കാണാൻ പറ്റുള്ളൂ. ബൈ.
എല്ലാരും ഒന്ന് ബൈ പറഞ്ഞേ. ബൈ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.